നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. TDP നേതാവും ആന്ധ്ര മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവിന് BJPയുമായി പല അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അത് പല വേദികളിൽ അദ്ദേഹം തുറന്നു പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു രീതിയിലുള്ള സഹായവും ഇല്ലെങ്കിലും ഭരണവുമായി മുന്നോട്ട് പോകാം. അതുമാത്രമല്ല, പവൻ കല്യാണിനെ അടുപ്പിക്കാതിരുന്നാലും ക്യാബിനറ്റിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. നായിഡു യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാണ്. ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ജഗൻമോഹൻ കോൺഗ്രസുമായി കൈകോർത്ത് വീണ്ടും പഴയ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനാണ് ശ്രമമെങ്കിൽ നായിഡുവിൻ്റെ നിലവിലെ സാഹചര്യങ്ങൾ പരുങ്ങല്ലാകും എന്ന കണക്കൂട്ടലാണ്. YSR കോൺഗ്രസിനേക്കാൾ ശക്തമായി ജഗൻമോഹൻ കോൺഗ്രസിൻ്റെ ബാറ്റൺ സ്വീകരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആന്ധ്രയുടെ അവസ്ഥ? എന്നാൽ നായിഡുവിനോട് പവൻ കല്യാണും മറ്റും പറയുന്നത് ജഗൻമോഹൻ എന്ത് രീതിയിലുള്ള ഡിസിഷൻ എടുത്താലും അത് തങ്ങളുടെ മുന്നണി സഖ്യത്തെ ബാധിക്കാൻ പോകുന്നില്ല, നായിഡു മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ്. TDPക്ക് പതിയെ മനസ്സിലാകുന്നുണ്ട് BJP പിടിമുറുക്കുകയാണ്. പല സ്ഥലങ്ങളിലും TDPയെ ഷാഡോ ചെയ്യുന്ന രീതിയിൽ, അവരെ എക്ലിപ്സ് ചെയ്യുന്ന രീതിയിലേക്ക് BJP പതിയെ ആന്ധ്രയുടെ തീരദേശ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തനം സജ്ജീകരിക്കുകയാണ്. കൂടുതൽ RSS ശാഖകൾ തുടങ്ങുന്നു. വിശാഖനഗരത്തിലും കാക്കിനാടിലും ഒക്കെ ആന്ധ്രയുടെ സമസ്ത മേഖലയിലും പവൻ കല്യാണിൻ്റെ സഹായത്തോടുകൂടി RSS കൂടുതൽ സ്വയം സേവകരെ കൃത്യമായി അവരോധിക്കുകയാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ RSSൻ്റെ വോളണ്ടിയർമാരെ, വലിയ രീതിയിൽ മഹിളകളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. അത് BJP പടിപടിയായി ആന്ധ്രയിൽ, അതായത് ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. TDPയുമായിട്ടുള്ള ശ്രമമാണ്. നമുക്കറിയാം, TDPയും ഐക്യജനതാദളും ചേർന്നാണ് വാസ്തവത്തിൽ മൂന്നാമതും മോദിയെ ഭരണത്തിൽ എത്തിച്ചത്. ഇപ്പോൾ മോദി നെഹ്റുവിനെ പോലും മറികടന്ന് ലോങ്ങസ്റ്റ് എലക്റ്റഡ് സർവിങ് പ്രൈം മിനിസ്റ്റർ, അതായത് തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്ത് തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി 4399 ദിവസം പൂർത്തീകരിച്ച് നെഹ്റുവിൻ്റെ ടാലി മറികടന്നിരിക്കുന്നു. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയാകുന്നത് 1947-ലാണ്. പക്ഷേ ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് നമുക്കറിയാം ആദ്യമായി 51-52 സമയത്താണ്. അതുമുതൽ നെഹ്റുവിൻ്റെ അന്ത്യം വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി തുടർന്നു. 16 വർഷവും 250ഓളം ദിവസവും അദ്ദേഹം തന്നെയായിരുന്നു പ്രധാനമന്ത്രി. എന്നാൽ തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി സ്ഥാനം ഇന്ദിരാഗാന്ധിയുടെയും മറികടന്ന് മോദിയാവുകയാണ്. അതിന് യാഥാർത്ഥ്യത്തിൽ അതിനാകാൻ കാരണമായത് TDPയുടെയും ഐക്യജനതാദളിൻ്റെയും നീക്കമായിരുന്നു. വാസ്തവത്തിൽ അവർക്ക് ചില ഇക്വേഷനുകൾ മുന്നോട്ട് വയ്ക്കണമെന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പാർട്ടികളെ മുഴുവൻ പിളർത്താനുള്ള ആഗ്രഹമാണ്. ഐക്യജനതാദളിനെ വാസ്തവത്തിൽ ചണ്ടിപ്പരുവാക്കി വിട്ടിരിക്കുകയാണ്. ഇനി ആന്ധ്രയിൽ മറ്റൊരു കളി കളിച്ച് മുന്നേറണം. ജഗനെ ഇപ്പോൾ കൃത്യമായി കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചാൽ രണ്ടുണ്ട് ഗുണം. നായിഡുവിനെ BJP തന്നെ തകർത്തോളും. കോൺഗ്രസ്സിന് തെലങ്കാന പോലെ ആന്ധ്രയിലും തീലി വിടർത്തി നിൽക്കാം